ഓക്കെ, അപ്പോൾ നമുക്ക് ഹെമറ്റോപോയിസിസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന പോലെ എങ്ങനെ പഠിക്കാൻ നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഒരു കോഡ് പോലെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട 3 വേർഡ്സാണ് പ്രൊഡക്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷൻ. ത്രൂ ഔട്ട് ഈ ടോപ്പിക്കിലും ഈ 3 വേർഡ്സ് നിങ്ങൾ ഓർമ്മയിൽ വേണം. ഒന്ന് പ്രൊഡക്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷൻ. ഓക്കെ, അപ്പോൾ ഹെമറ്റോപോയിസിസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ബ്ലഡിലെ സെല്ലുലാർ എലമെൻസിൻ്റെ പ്രൊഡക്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷനെയാണ് നമ്മൾ ഹെമറ്റോപോയിസിസ് എന്ന് വിളിക്കുന്നത്. അതായത് ഹെമറ്റോപോയിസിസ് ഇസ് എ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് സെല്ലുലാർ എലമെൻറ്റ്സ് ഇൻ ബ്ലഡ്. ഇനി ബ്ലഡിലെ സെല്ലുലാർ എലമെൻറ്റ്സ് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയാം, ബ്ലഡിലെ സെല്ലുലാർ എലമെൻറ്റ്സ് RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഈ RBCൻ്റെ വേറെ പേരാണ് എറിത്രോസൈറ്റ്, WBCൻ്റെ വേറെ പേരാണ് ല്യൂക്കോസൈറ്റ്, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ RBC അഥവാ എറിത്രോസൈറ്റിൻ്റെ പ്രൊഡക്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷന് പറയുന്ന പേരാണ് എറിത്രോപോയിസിസ്. അങ്ങനെയാണെങ്കിൽ WBCയുടെ മറ്റു പേര് ല്യൂക്കോസൈറ്റ് എന്നല്ലേ? അപ്പോൾ ല്യൂക്കോസൈറ്റിൻ്റെ പ്രൊഡക്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷന് പറയുന്ന പേര് എന്തായിരിക്കും? ല്യൂക്കോപോയിസിസ് ആയിരിക്കും. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ മറ്റു പേര് എന്താണ്? ത്രോംബോസൈറ്റ് എന്നാണ്. അപ്പോൾ ത്രോംബോസൈറ്റിൻ്റെ പ്രൊഡക്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷൻ വിളിക്കുന്ന പേരാണ് ത്രോംബോപോയിസിസ്. ഓക്കെ, അപ്പോൾ ഈ എറിത്രോപോയിസിസും ല്യൂക്കോപോയിസിസും ത്രോംബോപോയിസും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്തിൻ്റെ അണ്ടറിലാണ്? ഹെമറ്റോപോയിസിൻ്റെ അണ്ടറിലാണ്. ഈ 3 പ്രോസസ്സിനും കൂടി നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ഹെമറ്റോപോയിസിസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഹെമറ്റോപോയിസിസ്? ഇസ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് സെല്ലുലാർ എലമെൻറ്റ്സ് ഇൻ ബ്ലഡ്. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഈ ഹെമറ്റോപോയിസിൻ്റെ സൈറ്റാണ്. ഹെമറ്റോപോയിസിസ് എവിടെ വെച്ചാണ് നടക്കുകയെന്നാണ് ഇനി പറയാൻ പോകുന്നത്. സാധാരണ നോർമൽ കണ്ടീഷനിലൊക്കെ ഹെമറ്റോപോയിസിസ് നടക്കൽ നമ്മൾ ബോൺ മാരോയിൽ വെച്ചിട്ടാണ്. നോർമൽ കണ്ടീഷനിലൊക്കെ ഹെമറ്റോപോയിസിസ് നടക്കൽ എവിടെ വെച്ചിട്ടാണ്? ബോൺ മാരോയിൽ വെച്ചിട്ടാണ്. അങ്ങനെ ബോൺ മാരോയിൽ വെച്ചിട്ട് ഹെമറ്റോപോയിസിസ് നടക്കുന്നതിന് പറയുന്ന പേരാണ് മെഡുല്ലറി ഹെമറ്റോപോയിസിസ്. മെഡുല്ലറി ഹെമറ്റോപോയിസിസ് എന്നാണ് ബോൺ മാരോയിൽ വെച്ച് ഹെമറ്റോപോയിസിസ് നടക്കുന്നതിന് നമ്മൾ പറയാം. ഓക്കെ, പക്ഷേ ബോൺ മാരോയിൽ മാത്രമല്ല, ചില കണ്ടീഷൻസിൽ ഹെമറ്റോപോയിസിസ് അത് വേറെ ഏരിയാസിലും വരും. അതായത് ഫ്ലാറ്റ് ബോൺസ്, ലോങ് ബോൺസ് പോലത്തെ ഏരിയാസിലും ഹെമറ്റോപോയിസിസ് നടക്കും. ഓക്കെ, അതിന് പറയുന്ന പേരാണ് എക്സ്ട്രാ മെഡുലറി ഹെമറ്റോപോയിസിസ്. അതായത് ബോൺ മാരോ അല്ലാതെ വേറെ എവിടെ ഹെമറ്റോപോയിസിസ് നടന്നാലും നമ്മൾ അതിന് പറയുക എക്സ്ട്രാ മെഡുലറി ഹെമറ്റോപോയിസിസ് എന്നാണ്. ഇനി ഇങ്ങനെ വേറെ സ്ഥലത്ത് ഹെമറ്റോപോയിസിസ് നടക്കുമെന്ന് പറഞ്ഞല്ലോ, അതായത് എക്സ്ട്രാ മെഡുലറി ഹെമറ്റോപോയിസിസ് നടക്കുമെന്ന് പറഞ്ഞല്ലോ, അത് ആരുടെ കേസിലാണ്? ഫീറ്റസിൻ്റെ കേസിലും അതേപോലെ തന്നെ എക്സ്ട്രീംലി സിവിയർ കേസായിട്ടുള്ള അനീമിയ ഒക്കെ ഉള്ള കണ്ടീഷൻസിലാണ് ഇങ്ങനെ എക്സ്ട്രാ മെഡുലറി ഹെമറ്റോപോയിസിസ് നടക്കുക. നോർമൽ കണ്ടീഷൻസിൽ എന്തേ നടക്കൂ? മെഡുലറി ഹെമറ്റോപോയിസിസ് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം, അണ്ടർ നോർമൽ കണ്ടീഷൻസ് ദി പ്രൊഡക്ഷൻ ഓഫ് സെൽസ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ ബോൺ മാരോ. അതിന് പറയുന്ന പേരാണ് മെഡുലറി ഹെമറ്റോപോയിസിസ്. വൈൽ ഇൻ ഫീറ്റസ് എക്സ്ട്രാ മെഡുലറി ഹെമറ്റോപോയിസിസ് ഈസ് നോർമൽ അണ്ടിൽ ബോൺ മാരോ ഈസ് മെച്യൂർഡ് ആൻഡ് ഫങ്ഷണൽ. അതായത് നമ്മളൊക്കെ ഫീറ്റസ് ആയിട്ടുള്ള സമയത്ത് നമ്മുടെ ബോൺ മാരോ എന്താവില്ല? മെച്യൂർഡ് ആവില്ല. അതുപോലെ തന്നെ ബോൺ മാരോ ഫങ്ഷണൽ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ ബോൺ മാരോ ഫങ്ഷണൽ ആൻഡ് മെച്യൂർഡ് ആവുന്നത് വരെ എവിടെ വെച്ചിട്ടാണ് ഹെമറ്റോപോയിസിസ് നടക്കുക? വേറെ ഏരിയാസ് വെച്ചിട്ടാണ് നടക്കുക. അത് യോക്ക് സാക്കിൽ നടക്കാം, അതുപോലെ തന്നെ നമ്മളെ സ്പ്ലീനിൽ നടക്കാം, നമ്മുടെ ലിവറിലൊക്കെ നടക്കാം. അതിനൊക്കെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതാണ് ഹെമറ്റോപോയിസിൻ്റെ 3 ഫേസസ്. ഹെമറ്റോപോയിസിസ് 3 ഫേസിലായിട്ടാണ് നടക്കുക. അതിൽ ഒന്നാമത്തെ ഫേസാണ് മീസോബ്ലാസ്റ്റിക് ഫേസ് അല്ലെങ്കിൽ മീസോബ്ലാസ്റ്റിക് പീരീഡ്. രണ്ടാമത്തേതാണ് ഹെപ്പാറ്റിക് ഫേസ് അല്ലെങ്കിൽ ഹെപ്പാറ്റിക് പീരീഡ്. മൂന്നാമത്തേതാണ് മൈലോയിഡ് പീരീഡ്. ഓക്കെ, ഇതിൽ മീസോബ്ലാസ്റ്റിക് പീരീഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെമറ്റോപോയിസിൻ്റെ 3 ഫേസസ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? മീസോബ്ലാസ്റ്റിക് ഫേസ്, ഹെപ്പാറ്റിക് ഫേസ് ആൻഡ് മൈലോയിഡ് ഫേസ്. ഓക്കെ, ഇനി ഈ ഓരോ ഫേസും എവിടെ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തത് മീസോബ്ലാസ്റ്റിക് പീരീഡ് അല്ലെങ്കിൽ മീസോബ്ലാസ്റ്റിക് ഫേസ്. ഇത് നടക്കുന്നത് യോക്ക് സാക്കിൽ വെച്ചിട്ടാണ്. നമ്മൾ യോക്ക് സാക്കിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ഫേസ് നടക്കുക. അപ്പോൾ മീസോബ്ലാസ്റ്റിക് പീരീഡ് നടക്കൽ യോക്ക് സാക്കിൽ വെച്ചിട്ടാണ്. ഇനി ഹെപ്പാറ്റിക് പീരീഡ് 2 സ്ഥലത്തായിട്ടാണ് നടക്കുക. ഹെപ്പാറ്റിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ലിവറിന്ന്. അപ്പോൾ ഹെപ്പാറ്റിക് പീരീഡ് നടക്കുന്നത് 2 സ്ഥലങ്ങളിലായിട്ടാണ്. ഒന്ന് ലിവറിലും ഒന്ന് സ്പ്ലീനിലും. ഹെപ്പാറ്റിക് പീരീഡ് നടക്കുക എവിടെയൊക്കെ വെച്ചിട്ടാണ്? ലിവറിലും സ്പ്ലീനിലും വെച്ചിട്ടാണ് ഹെപ്പാറ്റിക് പീരീഡ് നടക്കുക. ഓക്കെ, ദെൻ മൈലോയിഡ് പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ബോൺ മാരോയിൽ വെച്ച് ഹെമറ്റോപോയിസിസ് നടക്കൂലേ, ആ ഒരു ഫേസിനാണ് നമ്മൾ മൈലോയിഡ് പീരീഡ് എന്ന് പറയുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഓരോന്നും ഏത് സമയത്താണ് നടക്കാൻ നോക്കാം. ആദ്യത്തെ മീസോബ്ലാസ്റ്റിക് പീരീഡ് അഥവാ മീസോബ്ലാസ്റ്റിക് ഫേസ് നടക്കുന്നത് 3rd വീക്ക് മുതൽ
സ്റ്റാർട്ട് ചെയ്യും. ഈ മീസോപ്ലാസ്റ്റിക് പീരീഡ് എപ്പോൾ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക? 3rd വീക്കിൽ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അത് 10 to 12 വീക്ക് വരെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് ഫീറ്റസിൻ്റെ 3ാമത്തെ ആഴ്ചയാണ് മീസോപ്ലാസ്റ്റിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അത് 10th to 12 വീക്ക് വരെ കണ്ടിന്യൂ ചെയ്യും. ഇനി ഹെപ്പാറ്റിക് പീരീഡിൽ ലിവറും ഉണ്ട്, സ്പ്ലീനും ഉണ്ട്. അതിൽ ലിവറിൽ ഹെമറ്റോപോയിസിസ് നടക്കുന്നത് ഫീറ്റസിൻ്റെ 6ാമത്തെ ആഴ്ചയിലാണ്. 6ാമത്തെ ആഴ്ചയിലാണ് ലിവറിൽ ഹെമറ്റോപോയിസിസ് നടക്കുന്നത്. ഇത് 6th വീക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ 30th വീക്ക് വരെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ ലിവറിൽ ഹെമറ്റോപോയിസിസ് 6th വീക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 30th വീക്ക് വരെ കണ്ടിന്യൂ ചെയ്യും. ഇനി സ്പ്ലീനിൽ ഹെമറ്റോപോയിസിസ് 10th വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഈ ഹെപ്പാറ്റിക് പീരീഡിൽ ആദ്യം ഹെമറ്റോപോയിസിസ് സ്റ്റാർട്ട് ചെയ്യുക ലിവറിൽ 6th വീക്കിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് 10th വീക്കൊക്കെ ആകുമ്പോൾ സ്പ്ലീനിലും കൂടി ഹെമറ്റോപോയിസിസ് നടക്കാൻ തുടങ്ങും. അങ്ങനെ ഈ സ്പ്ലീനിൽ നടക്കുന്ന ഹെമറ്റോപോയിസിസ് 28th വീക്ക് വരെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീസോപ്ലാസ്റ്റിക് പീരീഡ് നടക്കുന്നത്, ഇതിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് യോക്സാക്കാണ്. യോക്സാക്കിൽ വെച്ചിട്ടാണ് മീസോപ്ലാസ്റ്റിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 3ാമത്തെ ആഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുക. യോക്സാക്കിൽ വെച്ചിട്ട് ഹെമറ്റോപോയിസിസ് സ്റ്റാർട്ട് ചെയ്യുക 3ാമത്തെ ആഴ്ചയാണ്. ഇത് 10 to 12 വീക്ക് വരെ കണ്ടിന്യൂ ചെയ്യും. ദെൻ ഹെപ്പാറ്റിക് പീരീഡ് ലിവറിലായിട്ടും സ്പ്ലീനിലായിട്ടും കൂടി നടക്കും. അത് ലിവറിൽ 6th വീക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 30th വീക്ക് വരെ ഉണ്ടാവും. സ്പ്ലീനിലാണെങ്കിൽ 10th വീക്കിലാണ് ഹെമറ്റോപോയിസിസ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് 28th വീക്ക് വരെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു മൈലോയിഡ് പീരീഡ്. ഈ മൈലോയിഡ് പീരീഡ് നമ്മൾ ബോൺ മാരോയിലേക്ക് ഹെമറ്റോപോയിസിസ് എത്തുമല്ലോ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഇത് ഘട്ടം ഘട്ടമായിട്ട് പഠിക്കണം. ഒന്നാമത്തേത് കുട്ടിക്ക് 4 മാസം ആവുന്ന സമയത്ത്, അതായത് അറ്റ് 4th month, 4ാമത്തെ മാസം എന്താണ് ബോൺ മാരോ വെച്ച് ഹെമറ്റോപോയിസിസ് നടക്കാൻ വേണ്ടി തുടങ്ങും. 4ാമത്തെ മാസം ആകുമ്പോഴാണ് ആദ്യമായിട്ട് ബോൺ മാരോയിൽ വെച്ചിട്ട് ഹെമറ്റോപോയിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അതായത് മെഡുലറി ഹെമറ്റോപോയിസിസ് സ്റ്റാർട്ട് ആവുക എത്രാമത്തെ മാസം മുതലാണ്? 4ാമത്തെ മാസം മുതലാണ്. പിന്നീട് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ബോൺ മാരോ ആയിരിക്കും ഹെമറ്റോപോയിസിൻ്റെ പ്രിൻസിപ്പൽ സൈറ്റ്. അതായത് വേറെ സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ലിവറിലും സ്പ്ലീനിലൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഹെമറ്റോപോയിസിൻ്റെ പ്രിൻസിപ്പൽ സൈറ്റ് എന്ന് പറയുന്നത് ബോൺ മാരോ ആയിരിക്കും. നമ്മൾ ബേർത്തിന് ശേഷം എന്താണ് ഹെമറ്റോപോയിസിൻ്റെ പ്രിൻസിപ്പൽ സൈറ്റ് ഏതാണ്? ബോൺ മാരോ ആണ്. പിന്നീട് നമ്മൾ ജനിച്ചിട്ട് 3 ആഴ്ചയ്ക്ക് ശേഷം ബോൺ മാരോ മാത്രമായിരിക്കും ഹെമറ്റോപോയിസിൻ്റെ സൈറ്റ്. ഇറ്റ് ഈസ് ദ ഓൺലി സൈറ്റ് എന്ന് പറഞ്ഞത്. അതായത് അപ്പോൾ ലിവറിലും സ്പ്ലീനിലൊക്കെ നടക്കുന്ന ഹെമറ്റോപോയിസിസ് സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും. അങ്ങനെ 3rd week after birth ബോൺ മാരോ ഈസ് ദ ഓൺലി സൈറ്റ് ഓഫ് ഹെമറ്റോപോയിസിസ്. ബോൺ മാരോ ആയിരിക്കും ഹെമറ്റോപോയിസിൻ്റെ ഓൺലി സൈറ്റ് എന്ന് പറയുന്നത്. ഇനി ചൈൽഡ്ഹുഡ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ചൈൽഡ്ഹുഡിൽ എന്താണ് ബോൺ മാരോ എവിടുത്തെ ബോൺസിലാണ് നോക്കാം നമുക്ക്. ചൈൽഡ്ഹുഡിൽ എത്തുമ്പോൾ ഈ ഫ്ലാറ്റ് ബോൺസും ലോങ് ബോൺസുമാണ് ഹെമറ്റോപോയിസിൻ്റെ മെയിൻ സൈറ്റ്. ഓക്കെ, അതായത് ഫ്ലാറ്റ് ബോൺസിലും ലോങ് ബോൺസിലും ഉണ്ടാകുന്ന ബോൺ മാരോസ് ആയിരിക്കും ഹെമറ്റോപോയിസിൻ്റെ മെയിൻ സൈറ്റ്. ഫ്ലാറ്റ് ബോൺസ് ഇത് നമുക്കറിയാം. എക്സാമ്പിൾ സ്റ്റേർണം, റിബ്സ്, സ്കള്ള്, പെൽവിസ്, വെർട്ടിബ്ര, ഇതൊക്കെയാണ് ഫ്ലാറ്റ് ബോൺസ്. അപ്പോൾ ചൈൽഡ്ഹുഡ് നമ്മുടെ കുട്ടിക്കാലത്ത് ഫ്ലാറ്റ് ബോൺസും ലോങ് ബോൺസും ആയിരിക്കും ഹെമറ്റോപോയിസിൻ്റെ മെയിൻ സൈറ്റ് എന്ന് പറയുന്നത്. ഇനി അഡൾട്ട്ഹുഡ് എത്തിക്കഴിഞ്ഞാൽ ഈ നമ്മൾ ചൈൽഡ്ഹുഡിൽ ഫ്ലാറ്റ് ബോൺസിലും ലോങ് ബോൺസിലും എന്താണ് മെയിൻ സൈറ്റാന്ന് പറഞ്ഞു. പക്ഷേ അഡൾട്ട്ഹുഡിൽ ആക്റ്റീവായിട്ടുള്ള ബോൺ മാരോ ഉണ്ടാവുക ഈ ലോങ് ബോൺസിൻ്റെയും ഫ്ലാറ്റ് ബോൺസിൻ്റെയും എൻഡിലായിരിക്കും. അതായത് അറ്റ് അഡൾട്ട്ഹുഡ് ആക്റ്റീവ് മാരോ ഈസ് ലിമിറ്റഡ് ടു ദി എൻഡ് ഓഫ് ദി ലോങ് ബോൺ ആൻഡ് ഫ്ലാറ്റ് ബോൺസ്. ഇത് നമുക്ക് ആ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. അറ്റ് 4th month bone marrow starts taking over hematopoiesis. At birth, marrow is the principal site of hematopoiesis. At 3rd week after birth, bone marrow is the only site of hematopoiesis. At childhood, flat bones of sternum, ribs, skull, vertebrae, pelvis and long bones are the main site of hematopoiesis. In adulthood, active marrow is limited to the end of the long bone and flat bones. Okay, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഇപ്പോൾ നമ്മൾ മെഡുലറി ഹെമറ്റോപോയിസിനെ കുറിച്ച് പറഞ്ഞു. ഇനി എക്സ്ട്രാ മെഡുലറി ഹെമറ്റോപോയിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സിവിയർ കേസിലും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ യോക്സാക്ക്, ലിവർ, സ്പ്ലീൻ, ഇതൊക്കെ എക്സ്ട്രാ മെഡുലറി ഹെമറ്റോപോയിസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇതൊക്കെ ഇവിടെ വെച്ച് നടക്കുന്ന എക്സ്ട്രാ മെഡുലറി ഹെമറ്റോപോയിസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നോർമൽ കണ്ടീഷനിലൊക്കെ മെഡുലറി ഹെമറ്റോപോയിസാണ് നടക്കുക. അബ്നോർമൽ കണ്ടീഷൻ പോലെയുള്ള സിവിയർ ക്രോണിക് അനീമിയാസിലും ഫീറ്റസിൻ്റെ കേസിലും മാത്രമാണ് എക്സ്ട്രാ മെഡുലറി ഹെമറ്റോപോയിസിസ് നടക്കുക.